ഹലോ കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോടാണ്. കോഴിക്കോടിൻ്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ടായ മാമുക്കോയയുടെ സ്മരണാർത്ഥം എനിക്കൊരു അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു. ഈ വർഷമാണ് ഈ അവാർഡ് തുടങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ടൗൺ ഹാളിലാണ് ഈ അവാർഡ് ദാനം നടക്കുന്നത്. അങ്ങനെ ഞാനും ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. സാമൂഹിക വേദിയിലുള്ള നിരവധി ആൾക്കാരിവിടെ എത്തിയിരിക്കുന്നു. AK വ്ളോഗ്സിൻ്റെ കീഴിൽ നമ്മൾ നിർമ്മിച്ച നമ്മുടെ പാത്തുമ്മയുടെ ആട് എന്ന ഹ്രസ്വ ചിത്രത്തിൽ ഞാൻ ചെയ്ത കഥാപാത്രത്തിന് എനിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. എന്നോടൊപ്പം ഈ ഷോർട്ട് ഫിലിമിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ പേരിൽ ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ അവാർഡ് ചടങ്ങിലേക്ക് വിശിഷ്ടാതിഥികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അവാർഡ് ദാന ചടങ്ങ് ആരംഭം കുറിക്കുകയാണ്. മാമുക്കോയ മെമ്മോറിയൽ അവാർഡ് നൈറ്റ് 2K25 സീസൺ 1. മലയാളത്തിന്റെ അഭിനയ ചക്രവർത്തി, കോഴിക്കോടിന്റെ സുൽത്താൻ, നമ്മളെ വിട്ടുപിരിഞ്ഞ മാമുക്കോയ അവരുടെ സ്മരണാർത്ഥം നടക്കുന്ന മാമുക്കോയ മെമ്മോറിയൽ അവാർഡ് നൈറ്റ് 2K24 സീസൺ 1 ഈ അവാർഡ് നിശയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതിഥികളൊക്കെ വേദിയിലേക്ക് കയറി. ഇനി അവാർഡ് ദാന ചടങ്ങുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കോഴിക്കോടിൻ്റെ പ്രിയ MLA തോട്ടത്തിൽ രവീന്ദ്രൻ സാറാണ് ഈ അവാർഡ് നിശ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. നമുക്കൊക്കെ പ്രിയപ്പെട്ട മാമുക്കോയ എന്ന് പറയുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ ചിരി വരും. കാരണം മാമുക്കോയുടെ സിനിമകൾ നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ഒരു കഴിവ്, സത്യത്തിലൊരു തീർത്തും സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ, കോഴിക്കോട്ടുകാരനായിട്ടുള്ള 4 പതിറ്റാണ്ടിലധികം സിനിമകളിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള വളരെ അപൂർവ ആളുകൾ. അവാർഡ് ദാന ചടങ്ങിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരും 5 മിനിറ്റ് വീതം സംസാരിക്കുകയുണ്ടായി. വേദിയിൽ നല്ല മനോഹരമായ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു കേട്ടോ. വിശിഷ്ടാതിഥികൾ ഒരാളായ വീണ നായരും സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ കാത്തിരുന്നു അവാർഡ് അർഹരായവരെ വേദിയിലേക്ക് വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ പേരും വിളിച്ചു. ആലിസ് തോമസ്, പ്ലീസ് വെൽക്കം. എല്ലാവരും നല്ലൊരു കയ്യടി കൂടെ തന്നെ അവരെ ഇവിടെ വരവേൽക്കണം. എല്ലാവരും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഓരോ മൂവികൾ എടുക്കുന്നത്, മ്യൂസിക് എടുക്കുന്നതും. എന്താണെങ്കിലും ഒരുപാട് എഫേർട്ട് ഉണ്ടല്ലോ. ആലിസ് തോമസ്, എനിക്ക് വളരെ അഭിമാനവും അതിലേറെ സന്തോഷവും ഉള്ള ആ ഒരു നിമിഷങ്ങളായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ ഒരു സദസ്സിൽ സമ്മാനം മേടിക്കാൻ കയറുന്നത്. കണ്ണുകൾ നിറഞ്ഞ നിമിഷം. ദൈവത്തോടൊത്തിരി നന്ദി പറഞ്ഞു. അതുപോലെ എൻ്റെ പ്രേക്ഷകരോടും ഞാൻ അന്നേരം എല്ലാവരെയും ഞാൻ ഓർത്തു. അങ്ങനെ എല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എൻ്റെ സ്നേഹം നിങ്ങളെ എല്ലാം അറിയിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നു.